കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് AICCയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ KC വേണുഗോപാൽ ചോദിച്ചത് കേരളം ഭരിക്കുന്നത് BJP ആണോ എന്നുള്ളത്. അതിനുശേഷം ഇങ്ങോട്ട് VD സതീശൻ അധികാരത്തിൽ വന്നതിന് ശേഷം ഇങ്ങോട്ട് ഓരോ നിമിഷവും അദ്ദേഹം പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളം ഭരിക്കുന്നത് കോൺഗ്രസ് അല്ല BJP ആണ്. കഴിഞ്ഞ ദിവസം UDFന്റെ കൺവീനർ ഉൾപ്പെടെ BJPയുടെ സ്പോക്സ് പേഴ്സണായി അവിടെ പറയുന്നു കേരളത്തിൽ UDF PM ശ്രീ നടപ്പിലാക്കും. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്കൂളുകളുടെ ലിസ്റ്റ് അവിടെ കൊടുക്കും, കേന്ദ്ര ഗവൺമെന്റുമായി കൊടുക്കുമെന്നുള്ളത്. PM ശ്രീ എന്നത് RSSന്റെ പൊളിറ്റിക്കൽ അജണ്ട എന്ന് പറഞ്ഞ വ്യക്തി VD സതീശനാണ്. ഇന്ന് ആ വ്യക്തിയുടെ സർക്കാരാണ് RSSന്റെ പൊളിറ്റിക്കൽ അജണ്ട കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇത്തവണ ഈ നുണകളുടെ ചീട്ടുകൊട്ടാരത്തിലാണ് UDF അധികാരത്തിൽ വന്നത്. ഇന്ന് ആ ചീട്ടുകൊട്ടാരം തകർന്നുകൊണ്ടേയിരിക്കുകയാണ്. ആ VD സതീശന്റെ നുണകൾ, ഇന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ VD സതീശന്റെ നുണകൾ ഇന്ന് UDFയിലെ MPമാർ തന്നെ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ജബി മേത്തർ പൊളിച്ചു, ശ്രീ അബ്ദുൽ വഹാബ് MP പൊളിച്ചു. കരാറിൽ ഒപ്പിട്ടാൽ പിന്മാറാൻ പറ്റുമോ എന്നൊരു ചോദ്യം അവിടെ വന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നു പിന്മാറാൻ വേണ്ടി പറ്റും. ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് എന്താണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അധികാരത്തിൽ വന്നതിന് ശേഷം കഴിഞ്ഞ 2 മാസ കാലയളവിനിടയിൽ അദ്ദേഹം എന്താണ് ഇത് പിന്മാറാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. കേരളത്തിൽ PM ശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 1 രൂപ ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്ന സമയത്ത് മേടിച്ചിട്ടുണ്ടോ? പാർലമെന്റിൽ പറഞ്ഞല്ലോ 1 രൂപ സർക്കാരിന് PM ശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊടുത്തിട്ടില്ല. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 1 രൂപ പോലും കേരള സർക്കാർ കൈപ്പറ്റിയിട്ടില്ല, മുൻ ഇടതുപക്ഷ സർക്കാർ കൈപ്പറ്റിയിട്ടില്ല. ഇന്ന് UDF ഗവൺമെന്റ് BJP സർക്കാരിനെ പോലെ അതിനപ്പുറം രാജഭക്തിയോടുകൂടിയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അധികാരത്തിൽ വന്നാൽ PM ശ്രീ അറബിക്കടലിൽ എറിയുമെന്ന് പറഞ്ഞ വ്യക്തിയാണ്. പക്ഷെ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ അറബിക്കടലിൽ എറിഞ്ഞതാണ്. ആ അറബിക്കടലിൽ എറിഞ്ഞ ആ PM ശ്രീ പദ്ധതിയെ മുങ്ങാങ്കുഴിയിട്ട് മുങ്ങി ശ്രീ KM ഷാജി VD സതീശന്റെ കയ്യിൽ കൊണ്ട് ഏൽപ്പിച്ചിരിക്കുകയാണ്. കേരളത്തിലെ മതനിരപേക്ഷ സമൂഹത്തെ UDFും കോൺഗ്രസും ലീഗും UDF മുന്നണിയിലെ നേതാക്കളും വഞ്ചിച്ചിരിക്കുകയാണ്, പറ്റിച്ചിരിക്കുകയാണ്. ശക്തമായിട്ടുള്ളൊരു പ്രതിരോധം കേരള ജനത ഉയർത്തും. അതിപ്പോ SFI എന്ന നിലയിൽ മാത്രമല്ല ഞാൻ പറയാനിരിക്കുന്നത്. മതനിരപേക്ഷ ബോധ്യമുള്ള കേരള ജനത ഈ കേരളത്തിലെ ഇന്ന് ഭരിക്കുന്ന സംഘപരിവാർ സർക്കാരിനെ പ്രതിരോധിക്കും. തെരുവുകളിൽ ഇത്തരത്തിലുള്ള അജണ്ട നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ ശക്തമായിട്ടുള്ള പ്രതിരോധം ഉണ്ടാവും. മറ്റൊന്ന്, ഇതിന്റെ കരിക്കുലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല ന്യായങ്ങൾ പറയാനാണ് UDFകാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. NEP അടിസ്ഥാനത്തിലുള്ള കരിക്കുലമാണ് നടപ്പിലാക്കേണ്ടത് എന്ന് ഡോക്ടർ V ശിവദാസൻ പാർലമെന്റിൽ ചോദിച്ച ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു. ഈ PM ശ്രീ പദ്ധതി നടപ്പിലാക്കിയാൽ സംസ്ഥാനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിപ്പിക്കുക. അതോടൊപ്പം തന്നെ NEP 2020 കരിക്കുലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ പറയുന്ന കാര്യം, അതായത് ഇപ്പൊ ഞങ്ങൾക്ക് അതിനകത്ത് ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോ NCERT പാഠപുസ്തകം CBSE പാഠപുസ്തകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ കണ്ടതാണ്. RSSുമായി ബന്ധപ്പെട്ടുകൊണ്ട് വർഗീയ കലാപങ്ങളെല്ലാം പാഠപുസ്തകത്തിൽ നിന്ന് മാറ്റി. അതോടൊപ്പം തന്നെ RSSന്റെ ഗാന്ധി വധവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ പാഠഭാഗങ്ങൾ പുസ്തകത്തിൽ മാറ്റി. മതനിരപേക്ഷത എന്ന വാക്ക് മാറ്റുന്നു. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഭാഗങ്ങൾ മാറ്റുന്നു. സോഷ്യലിസവുമായി ബന്ധപ്പെട്ടുള്ള ഭാഗങ്ങൾ മാറ്റുന്നു. അപ്പൊ ആ നിലയിലുള്ള ഭാഗങ്ങൾ മാറ്റി ഇപ്പോ VD സതീശൻ ഇനി പഠിപ്പിക്കാൻ വേണ്ടി പോവാണ്. VD സതീശന്റെ സർക്കാർ കേരളത്തിൽ പഠിപ്പിക്കാൻ വേണ്ടി പോവാണ്. ഇന്ദിരാഗാന്ധി നടപ്പിലാക്കിയ അടിയന്തരാവസ്ഥയുടെ കിരാത ദിവസങ്ങൾ കൂടി. അപ്പോ ഇതിനകത്തൊരു പ്രശ്നം, മഹാത്മാഗാന്ധി ഘാതകന്റെ പേര് അവിടെ കാണില്ല. അതോടൊപ്പം തന്നെ ഈ മതനിരപേക്ഷത എന്നുള്ള ഒരു പാഠഭാഗം കേരളത്തിലെ പാഠപുസ്തകങ്ങളിൽ ഇത് നടപ്പിലാക്കിയ ശേഷം കാണില്ല. ആ സമയത്ത് തന്നെ കേരളത്തിലെ കോൺഗ്രസിന്റെ സർക്കാർ തന്നെ അടിയന്തരാവസ്ഥയുടെ കിരാത നയങ്ങൾ നടപ്പിലാക്കാൻ ആ പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്താൻ വേണ്ടി പോകണം. ഞങ്ങളുടെ അഭിപ്രായം ഇത് രണ്ടും പഠിപ്പിക്കണമെന്നാണ് കേട്ടോ. അടിയന്തരാവസ്ഥയുടെ കിരാത ദിനങ്ങളും പഠിപ്പിക്കണം, RSS സംഘപരിവാർ നടത്തിയ വർഗീയ കലാപങ്ങളും വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കണം. കാരണം അത് പ്രതിരോധമാണല്ലോ. ഇങ്ങനെ ആ നിലയിൽ രാജ്യത്തെ വിഭജിക്കാൻ ശ്രമിച്ച
രാജ്യത്തെ ഇരുട്ടിലേക്ക് നയിക്കാൻ ശ്രമിച്ച സംവിധാനങ്ങൾക്കെതിരെ ജനങ്ങൾ ഉയർത്തിയ പ്രതിരോധം വിദ്യാർത്ഥികൾ പഠിക്കണം. പക്ഷേ ഇവിടെയും RSSന്റെ അജണ്ടയാണ് VD സതീശൻ ഈ കരിക്കുലത്തിലൂടെ നടപ്പിലാക്കാൻ ശ്രമിക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ളത് യാതൊരു തർക്കവുമില്ല.